ഹലോ, വെൽക്കം ടു സാലി കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ റെസിപ്പി കേട്ടോ. തേങ്ങയൊന്നും വറുത്തിറക്കാതെ നമുക്ക് ഈസി ആയിട്ട് കുക്കറിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കടലക്കറി. നല്ല കിടിലൻ ടേസ്റ്റാണ്, ഒരു ബീഫ് കറിയുടെ ഒക്കെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കടലക്കറി ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു റെഡ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു നോട്ടിഫിക്കേഷൻ ബെല്ല് തെളിഞ്ഞു വരും. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കടലക്കറി ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഞാൻ ഈസി ആയിട്ട് കുക്കറിലാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഒരു കപ്പോളം കടല കഴുകി വൃത്തിയാക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടല ഞാൻ ഒരു 4 മണിക്കൂർ കുതിർത്തി വെച്ചതാട്ടോ. നമ്മൾ കറുത്ത കടലയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി 2 സവാള നീളത്തിൽ അരിഞ്ഞതും പിന്നെ 2-3 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണോളം ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 വെളുത്തുള്ളി ചതച്ചതാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ തന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/2 ടീസ്പൂണോളം കുരുമുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുക്കറിൽ ഞാൻ വേവിച്ചെടുക്കുന്നതുകൊണ്ട് ഇതിൽ ഉപ്പൊന്നും ഇപ്പം ചേർക്കുന്നില്ല, വെന്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കടല മുങ്ങിക്കെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം. ഞാൻ 2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. നോർമൽ വാട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ടു ലോയിൽ വെക്കുക. എന്നിട്ട് ഒരു 6 വിസിലാണ് അടുപ്പിച്ചെടുക്കേണ്ടത്. ഞാൻ എപ്പോഴും 6 വിസിലാണ് വെക്കാറുള്ളത്. ഇപ്പോൾ നമ്മുടെ കടലയൊക്കെ വിസിലൊക്കെ വന്നിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. കുക്കറിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം മാത്രം ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ ഗ്രേവിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്ന് കുറച്ച് കടല ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റാം. നമുക്കൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നല്ല തിക്നെസ്സും ഉണ്ടാവും കറിക്ക്, അതുപോലെ നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും. അപ്പോൾ കുറച്ച് അങ്ങ് എടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം മതിയാവും. അപ്പോൾ ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒന്ന് അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർക്കുന്ന സമയത്ത് നോർമൽ വാട്ടർ മാത്രം ചേർത്ത് കൊടുക്കുക. പ്രഷർ കൂടിയിട്ട് മിക്സിയിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞത് കേട്ടോ. നന്നായിട്ടൊന്ന് അരച്ചിട്ട് നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ആ മിക്സിയുടെ ജാറിൽ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഗ്രേവി എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കുറുക്കിയെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ആക്കിയെടുത്തിട്ടുള്ളത്. ഇപ്പോൾ അത്യാവശ്യം തിക്കും ഉണ്ട്, അധികം തിക്കല്ല അധികം തിന്നുമല്ല, ഒരു സെമി തിക്ക് ഗ്രേവി ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇപ്പോൾ തന്നെ നോക്കിയാൽ നല്ല കളറൊക്കെ ആയിട്ടുണ്ട്, നല്ല ഡാർക്ക് ആയിട്ടുള്ളൊരു കളർ തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനൊരു സോസ് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക, പിന്നെ 2-3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, അതൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം തേങ്ങാക്കൊത്താണ് ശരിക്കും ചേർക്കേണ്ടത്. തേങ്ങാക്കൊത്ത് ഇല്ലാത്ത സമയത്ത് ഞാനൊരു പിടി തേങ്ങയാണ് വറുത്തെടുക്കാറുള്ളത്. അപ്പോൾ തേങ്ങാക്കൊത്ത് ഉണ്ടെങ്കിൽ അതന്നെ ചേർക്കാം. എന്നിട്ട് തേങ്ങ ചേർത്തിട്ട് ഒരു ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വറുത്തിട്ട് നമുക്കിത് കറിയിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ കടലക്കറിയുടെ പരുവ് ഇങ്ങനെയാണ് കേട്ടോ. അത്യാവശ്യം തിക്കാണ്, എന്നാൽ നല്ല തിക്കുമല്ല നല്ല തിന്നുമല്ല, ഈ ഒരു പരുവത്തിൽ. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. എല്ലാവരും ചെയ്യുന്നതന്നെ ആയിരിക്കും നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്